ഓൺലൈൻ മുഖാന്തരം വാഹന ഇൻഷുറൻസ് എടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ അതിൽ വരാകുന്ന മിസ്റ്റേക്കുകളെ കുറിച്ച് ഞാൻ ഇതിനു മുൻപ് 2-3 വീഡിയോസ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞ് ചെയ്തിരുന്നു. അതിന് തുടർച്ചയാണ് ഇത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലൈൻ മുഖാന്തരം വാഹന ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിലെ IDV കുറഞ്ഞുകൊണ്ട് അഥവാ IDV കുറച്ചും കൊണ്ട് ഇൻഷുർ ചെയ്യുന്ന ഒരുപാട് കേസുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുക. എൻ്റെ പേര് ആൻ്റണി തോമസ്, ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഈ വീഡിയോ അല്ല അതിന് മുൻപത്തെ വീഡിയോ കണ്ടിട്ട് എറണാകുളത്ത് നിന്നൊരു മാഡം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവർ ഓൺലൈനിലാണ്, ഡേറ്റ് കഴിയാൻ പോകുകയായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് അവർ ഓൺലൈനിലാണ് ചെയ്തത്. ഓൺലൈനിൽ ചെയ്ത സമയത്ത് അതിന് പോളിസി കിട്ടി. പക്ഷെ അവർ അന്നൊന്നും നോക്കിയില്ല. അതിനുശേഷം ഏതാനും നാൾ കഴിഞ്ഞതിന് ശേഷം അവർ പരിശോധിച്ച സമയത്ത് അതിൽ പേര് ഇവരുടെയാണ്, വണ്ടി നമ്പർ ഇവരുടെയാണ്, പക്ഷെ അഡ്രസ്സ് ബാംഗ്ലൂരിലെ ഏതൊരു അഡ്രസ്സാണ്. ദെൻ വണ്ടിയുടെ മോഡൽ വേറെയാണ്. യാതൊരു ബന്ധവുമില്ലാത്തൊരു പോളിസിയാണ് അവർ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ വാഹനത്തിനൊക്കെ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് ഈ ഓൺലൈനിൽ ചെയ്യുന്ന ആളുകൾ, അറിവുള്ളവർ ചെയ്തോട്ടെ, അറിവില്ലാതെ നമ്മൾ കണ്ട സൈറ്റിൽ കയറിയിട്ട് ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ശരി തന്നെയായിരിക്കാം, പക്ഷേ അതിൽ ഓപ്ഷൻസ് തെറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കിടക്കുന്ന അവർക്ക് കിട്ടിയൊരു ഡാറ്റ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പോളിസി പ്രിൻ്റ് ചെയ്യുന്നത്. ക്ലെയിം വന്നാൽ നമുക്ക് യാതൊരു ക്ലെയിമും കിട്ടാൻ സാധ്യതയില്ല. ഇനി രണ്ടാമത്, ഈ അടുത്ത ദിവസം എൻ്റെ ഓഫീസിൽ ഒരു ഇൻഷുറൻസ് പോളിസി കൊണ്ടുവന്നു. അതൊരു മാരുതി ഡിസയർ കാറാണ്. അവർ ഇൻഷുർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ IDV, ഇതിന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ IDV, അതിന് മുൻപത്തെ പോളിസിയുടെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ IDV ഉണ്ടായിരുന്നത് 4,60,000 രൂപയാണ്. ഡിസയർ കാറാണ്, മാരുതി. പക്ഷെ ഇപ്പോൾ ഒരു ഓൺലൈനിൽ ചെയ്ത സമയത്ത് അതിൻ്റെ IDV 1,40,000 രൂപയാണ്. പ്രീമിയം വളരെ കുറവേ ഉള്ളൂ, അവർ ഹാപ്പിയാണ്. പക്ഷേ ഈ IDV കുറഞ്ഞ കാര്യം അവർക്ക് അറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് വന്ന് നമുക്ക് ഇനി അതിലൊന്നും ചെയ്യാനൊന്നുമില്ല. ഇനി അവരെ സംബന്ധിച്ച് അവരുടെ IDV എന്നത് 1,40,000. അടുത്ത വർഷം ചെയ്യുന്ന സമയത്ത് അന്ന് ഒരു പക്ഷേ 5%, 10% കുറച്ചിട്ടാണ് നമ്മൾ ആ വണ്ടിക്ക് IDV കൽപ്പിക്കുക. അപ്പം ഇങ്ങനെ സാഹചര്യത്തിൽ ആ വണ്ടിക്കൊരു ടോട്ടൽ ലോസ് വന്നാൽ, അതായത് വാഹനത്തിൻ്റെ അപകടം സംഭവിച്ച് തിരിച്ചെടുക്കാൻ പറ്റും, നമ്മൾ പറയില്ല ഉണ്ടിയായി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ വാഹനത്തിന് കിട്ടുന്ന സംഖ്യ ഈ 1,40,000 90% കിട്ടുക. ഇപ്പോൾ മാർക്കറ്റ് വില 5 ലക്ഷം രൂപയ്ക്ക് മീതെ ഉണ്ടെന്ന് അവർ പറയുന്നത്. ആ വണ്ടിക്ക് IDV 1,40,000. ഇനി ആ വണ്ടി കളവ് പോയാൽ ഇതിന് 90% കിട്ടുള്ളൂ. 1,40,000 90% കിട്ടുള്ളൂ. ഇനി വണ്ടി തീപിടുത്തണ്ടായി, എങ്ങനെ വന്നാലും ഈ പൈസയാണ് അവർക്ക് കിട്ടുക. ഇനി ഈ വണ്ടി വിൽക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ അത്രയും കുറവാണ്, ഒരു ലോണ് പോലെ ആ വണ്ടിക്ക് കിട്ടില്ല. ഇനി ഇത് വീണ്ടും പഴയ IDVക്ക് കൊണ്ടുവരണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിലെ ഒരു സർവേയർ, ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ വന്ന് ആ വണ്ടി പരിശോധിച്ച് ആ വണ്ടിയുടെ വാല്യൂ ശരിക്കും അയാൾക്കൊരു ഫീസ് കൊടുക്കണം. ഇതൊക്കെ ചെയ്താലാണ് ഇനി അതിൻ്റെ IDV കൂട്ടാൻ പറ്റുള്ളൂ. അതിന് കൂട്ടിക്കൊള്ളണമെന്നില്ല. ഇൻഷുറൻസ് കമ്പനിക്ക് അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്, വേണമെങ്കിൽ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതിനാൽ തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമാണ്. പലരും വിചാരിക്കുന്നത് നിസ്സാരമായിട്ട് തള്ളാണ്. കാരണം ഞാൻ എന്താ ഫോൺ പേയിൽ ചെയ്തു, അല്ലെങ്കിൽ അതിൽ ചെയ്തു, ഞാൻ മൊബൈലിൽ ചെയ്തു, ഞാൻ രാത്രി ചെയ്തു, നിങ്ങളെക്കാൾക്ക് പ്രീമിയം വളരെ കുറവാണ് എന്നൊക്കെ ഒരു അഭിമാനത്തോട് പറയുന്ന പല ആളുകളുണ്ട്. പക്ഷെ നമുക്കത് കാണുന്ന സമയത്ത് നമുക്ക് ആ പോളിസി കണ്ട് നമുക്ക് മനസ്സിലാവും. കാരണം ഞാൻ 26 വർഷമായിട്ട് ഞാൻ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചില്ലറ ലാഭം കിട്ടിയെന്ന് കണക്കാക്കിയിട്ട് അതിൽ വലിയ നഷ്ടം നിങ്ങൾ മനസ്സിലാക്കുക. ഓൺലൈൻ പോളിസി കുഴപ്പമൊന്നുമില്ല, അറിയുന്ന ആളുകൾ ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത്, അത് പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ ഹോളിഡേ ആണെന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല, 24 മണിക്കൂർ വർക്കിംഗ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ ഓൺലൈനിൽ ചെയ്തോളൂ, യാതൊരു പ്രശ്നമില്ല. പക്ഷെ അറിയാത്ത ഒരാൾ കയറി അതിൻ്റെ ഉള്ളിൽ പണിയെടുത്തു കഴിഞ്ഞാൽ പക്ഷെ വലിയ പണിയായിരിക്കും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയം ഞാനിത് സീരിയൽ പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനതിന് മുൻപ് ഓണർ കവറേജ് എടുക്കാതെ ആളുകൾ പോളിസി എടുക്കുന്നുണ്ട്, ഡ്രൈവർ കവറേജ് എടുക്കാതെ പോളിസി എടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി മിസ്റ്റേക്കുകൾ ഓൺലൈൻ പോളിസികളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഓരോന്നോരോന്നായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ
നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നിരവധി വീഡിയോസ് ഞാനതിൽ ചെയ്തിട്ടുണ്ട്. അത് വാഹന ഇൻഷുറൻസിനെ കുറിച്ച്, LICയെ കുറിച്ച്, ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒക്കെ നിരവധി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ യൂസ്ഫുൾ ആണ്. കാരണം ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് അവർ ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾക്ക് LICയെ കുറിച്ചോ വാഹന ഇൻഷുറൻസിനെ കുറിച്ചോ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളൊരു വോയിസ് ഇട്ടാൽ മതി. വോയിസ് ഇടുമ്പോൾ നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങൾ വെക്കുക. അങ്ങനെ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ LIC ഏജൻ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റാണ്. നിങ്ങൾക്ക് LIC പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിക്കോ ചേരാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ച് നിങ്ങൾ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും പറയാൻ കാരണം പ്രീമിയം കണക്കാക്കണമെങ്കിൽ നമുക്കറിയാം ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഒരു റീജിയൻ വൈസാണ് പ്രീമിയം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്ഥലം അറിഞ്ഞാലാണ് നമുക്ക് അതിന് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക.